ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് അൻസിബ എത്തി. അൻസിബ എത്തിയത് ഋഷിക്ക് വലിയ രീതിയിലുള്ള സന്തോഷം തന്നെ കൊടുത്ത ഒരു കാര്യം തന്നെയാണ്. അൻസിബ എത്തിയതും ഋഷി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അങ്ങനെ അവർ പിന്നെ ഡെൻ റൂമിൽ പോയി അഭിഷേക്, ഋഷി, അൻസിബ എല്ലാം കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. കൂടെ ജിൻഡോയും വന്ന് കയറുന്നുണ്ട്. അപ്പോൾ അൻസിബ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ കളിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇനി മുമ്പോട്ട് കളിച്ചു പോകും, നിങ്ങൾ ഇതിനൊരു മാറ്റം വരുത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, ഇല്ല ഞാൻ അതുപോലെ ഉള്ളൂ, മുമ്പ് എങ്ങനെയാണോ അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് അൻസിബ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും ജെനുവിനായിട്ടുള്ള ആൾക്കാരുണ്ട്, എനിക്കും ജെനുവിനായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ബോട്ടൊക്കെ അടിച്ച് കയറ്റി കമൻറ്റ് ഉണ്ടാക്കുന്നവരെക്കാട്ടിലും ജെനുവിനായിട്ടുള്ള ഒരു 100 പേര് നമുക്കുണ്ടെങ്കിൽ, ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അത് മതി എന്ന രീതിയിലാണ് അൻസിബ അവിടെ പറയുന്നത്. അതാണ് കാരണം ഈ ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളി നടക്കുന്ന കാര്യങ്ങളാണ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ബോട്ടിലൂടെയാണല്ലോ ഇപ്പം വിജയത്തിലേക്ക് കയറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം തന്നെയാണ് അൻസിബ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബോട്ടടിച്ചാണ് പരിപാടികളൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അൻസിബ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. അത് കഴിഞ്ഞ് അൻസിബ പറയുന്നുണ്ട്, അൻസിബയ്ക്ക് ഒരു മോതിരം അൻസിബയ്ക്ക് ആരാധകർ കൊണ്ട് സമ്മാനമായിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അൻസിബയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൊല്ലത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നൊക്കെ ആൾക്കാരെത്തി അൻസിബയുടെ അടുത്തെത്തി സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഭിഷേകിനെയും ഋഷിയെയും ഫ്ലൈറ്റിൽ വെച്ച് ഒരു കുഞ്ഞ് തിരക്കിയെന്ന് പറഞ്ഞു. അത് അവരോട് തന്നെ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ ജിൻഡോയെ തിരക്കിയെന്ന് പറഞ്ഞു. ജിൻഡോയെ ഒരു കുഞ്ഞ് സാധനം മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് ഇറക്കിയെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടോപ്പ് 5 കുറിച്ച് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ഋഷി അവിടെ എന്ന് പറയുന്നുണ്ട്, ഇനി അവസാന ദിവസം ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വിടുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, അവസാനം വരുന്ന 2 പേരെ ലാലേട്ടൻ വന്ന് ഇവിടുന്ന് കൈ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട് ഋഷി. അപ്പോൾ ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്, അതിൽ ഒരാൾ ഞാനായിരിക്കും, ബാക്കിയുള്ളത് നിങ്ങൾ ആരെങ്കിലും ഉറപ്പിച്ചോളാൻ പറയുന്നുമുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ അഭിഷേക് അവിടെ നിന്ന് പറയുന്നുണ്ട്, എല്ലാ ക്ലൂവും പിടിച്ചിട്ട് വന്നേക്കുവാന്നോ, ക്ലൂ എല്ലാം മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, എനിക്കെന്തിനാ ക്ലൂ, ഞാൻ അതിനുള്ള പണി ഇവിടെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുമുണ്ട്. എന്തുമായാലും അൻസിബ വന്നിട്ട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, എനിക്കെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്, അത് നമുക്ക് വെളിയിൽ ചെന്നിട്ട് തീർക്കാമെന്നൊക്കെ അൻസിബ ജിൻഡോയോട് പറയുന്നുമുണ്ട്. അപ്പോഴത്തേക്കും ഋഷി ചോദിച്ചിട്ടുണ്ട് എന്തുവാന്ന്, അപ്പോൾ പറഞ്ഞൊരു കോമഡി ആ കാര്യങ്ങളെന്നൊക്കെ പറയുന്നുമുണ്ട്. എന്തുമായാലും എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്നതിന് കാണാം. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്നതിന് കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും